സ്പോർട്സും ലഹരിയും തമ്മിൽ ആഷിക്കുരുണിയൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരുവിധം എല്ലാ സ്പോർട്സ് പേഴ്സൺസും അല്ലാതെ എല്ലാവരും സ്റ്റാറ്റസ് വെച്ചതാണ്. ജസ്റ്റ് ഒന്ന് കാണാം. എനിക്ക് ഏത് പേരൻസിനോടും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ്, സ്പോർട്സിൽ എന്തിലെങ്കിലും ഉണ്ടോ, ടൈമിന് ഉറങ്ങും, നല്ല ഭക്ഷണം കഴിക്കും, ഒരു ലഹരി ഉപയോഗിക്കില്ല. സിന്തറ്റിക് ഡ്രഗ്സും ലഹരി പദാർത്ഥങ്ങളും ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് കേരളത്തിലുള്ള ഒരു പ്രമുഖ സ്പോർട്സ് കോളേജിലുള്ള ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജിൽ പറഞ്ഞു, ഞങ്ങളെ കോളേജിൽ ഡ്രഗ്സിന്റെ യൂസിങ് ഭയങ്കര കൂടുതലാണ്, അത് സ്പോർട്സ് ഹോസ്റ്റലിലാണ് ഏറ്റവും കൂടുതൽ. സ്പോർട്സ് ഹോസ്റ്റലിലുള്ള ബോയ്സ് ഇത് യൂസ് ചെയ്തിട്ട് കോളേജിൽ അടക്കം വരുന്നുണ്ട്. പക്ഷേ മാഷുമാര് ഒരു താക്കീത് കൊടുക്കാനോ ഇല്ലെങ്കിൽ അവരെ ശകാരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് അതിനെതിരെയുള്ള ആക്ഷൻ എടുക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് കോളേജിന് വേണ്ടിയിട്ട് ഭയങ്കര പേരെടുക്കുന്ന അല്ലെങ്കിൽ കോളേജിന് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് കൊടുക്കുന്ന, സ്പോർട്സിൽ ഹൈപ്പ് കൊടുക്കുന്ന പേഴ്സൺസ് ആയതുകൊണ്ട് അവരെ ഒരു ഫ്രീ ആയിട്ട് വിട്ട പോലെയാണ് ക്യാമ്പസിൽ എന്ന് പറഞ്ഞു. സോ സ്പോർട്സിലുള്ള ആൾക്കാർ ആഷിക്കുരുണിയൻ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് അങ്ങനെ ലഹരി എന്നൊക്കെ മാറി നടക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യേണ്ടത് കോളേജ് അധികാരികളായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, കോളേജ് ആയിക്കോട്ടെ, സ്കൂൾ ആയിക്കോട്ടെ, അത് അവരുടെ ഉത്തരവാദിത്തം. സോ ഇത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് തോന്നി. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം.